Dear learners, welcome back to Iki Kids. So, we are discussing some current affairs facts. എന്താണ് ഇപ്പോൾ സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 2024 അഥവാ 2024 പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. കറന്റ് അഫയേഴ്സ് 2024 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായി ചുമതലയേറ്റ വ്യക്തി ആരാ? അലക്സാണ്ടർ തോമസ്. ഹ്യൂമൻ റൈറ്റ്സ് അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി അലക്സാണ്ടർ തോമസ്. ഉരുൾപൊട്ടൽ. എന്താണ് ഉരുൾപൊട്ടൽ അഥവാ ലാൻഡ് സ്ലൈഡ്? 2024 വയനാട്ടിൽ നടന്ന ഉരുൾപൊട്ടൽ. അന്ന് ഏറ്റവും കൂടുതൽ പേര് കേട്ടിട്ടുള്ള ഒരു പാലത്തിന്റെ പേരാണ് എന്ത്? ബെയിലി പാലം. സോ നമുക്കിനി അതിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. സോ ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കൈയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി നിർമ്മിച്ച താൽക്കാലിക പാലത്തിന്റെ പേരെന്താണ്? അതാണ് എന്ത്? ബെയിലി പാലം. സോ ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കൈയിലേക്ക് എത്താൻ ഇന്ത്യൻ മിലിറ്ററി നിർമ്മിച്ച പാലത്തിന്റെ പേര് ബെയിലി പാലം. സോ മുൻകൂട്ടി നിർമ്മിക്കപ്പെട്ട ഉപകരണങ്ങളായി നിർമ്മിക്കുവാനും അതേപോലെ തന്നെ എടുത്തു മാറ്റുവാനും കഴിയുന്ന താൽക്കാലിക പാലത്തിന്റെ പേരാണ് ബെയിലി പാലം. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷുകാർ ആവിഷ്കരിച്ച ഒരു ആശയമായിരുന്നു ബെയിലി പാലം. നമ്മൾ പറഞ്ഞു, മുൻകൂട്ടി നിർമ്മിച്ച ഘടകങ്ങളായി നിർമ്മിക്കുവാനും അതുപോലെ തന്നെ അഴിച്ചു മാറ്റുവാനും കഴിയുന്ന ഒരു പുത്തൻ സാങ്കേതിക വിദ്യയിലൂടെ നിർമ്മിച്ച പാലത്തെയാണ് നമ്മൾ ബെയിലി പാലം എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് സർക്കാരിന്റെ ഉദ്യോഗസ്ഥനായിരുന്നിട്ടുള്ള ഡൊണാൾഡ് ബെയ്ലി എന്ന വ്യക്തിയുടെ പേരിൽ അല്ലെങ്കിൽ അദ്ദേഹം ആവിഷ്കരിച്ച ഒരു ആശയമായിരുന്നു ഈ ബെയിലി പാലം എന്ന് പറയുന്നത്. അപ്പോ അദ്ദേഹത്തിന്റെ പേര് തന്നെ ആ പാലത്തിന് കൊടുത്തു. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പേര്? ഡൊണാൾഡ് ബെയ്ലി. സോ ബെയിലി പാലം എങ്ങനെയായിരുന്നു? താൽക്കാലികമായി നിർമ്മിക്കുവാനും അതുപോലെ തന്നെ അതിനെ അഴിച്ചുമാറ്റി മറ്റൊരു സ്ഥലത്ത് കൊണ്ട് പുനഃസ്ഥാപിക്കാനും കഴിയുന്ന ഒരു പാലത്തിന്റെ പേര്, ഒരു ടെമ്പററി ബ്രിഡ്ജിന്റെ പേരാണ് ബെയിലി പാലം. ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വ്യക്തി ആരാണ്? അതെ, മനു ഭാക്കർ. തുടർച്ചയായി ഏറ്റവും അധികം ബഡ്ജറ്റുകൾ അവതരിപ്പിച്ച ഇന്ത്യൻ വ്യക്തി ആരാണ്? അതെ, അത് നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി, കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ള നിർമ്മല സീതാരാമനാണ് കേട്ടോ. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ലോഗോ ആയിട്ടുള്ള കളിവെള്ളം തുഴയുന്ന പൊന്മാനിന്റെ ലോഗോ, ആ പൊന്മാനിന് നമ്മൾ കൊടുത്ത പേരെന്തായിരുന്നു? നീലു എന്നായിരുന്നു കേട്ടോ. നീലു എന്ന പൊന്മാൻ, കളിവെള്ളം തുഴയുന്ന പൊന്മാൻ. 2024 കോപ്പ അമേരിക്ക ജേതാവ് ആരാണ്? 2024 കോപ്പ അമേരിക്ക ജേതാക്കൾ ആരാണ്? യെസ്, അർജന്റീനയാണ് കേട്ടോ. അർജന്റീന വേഴ്സസ് കൊളംബിയ ഫൈനലിൽ അർജന്റീന കപ്പ് ഉയർത്തിയിരിക്കുന്നു. അർജന്റീന വേഴ്സസ് കൊളംബിയ ഫൈനലിൽ അർജന്റീന ജേതാക്കളായി. 2024 യൂറോ കപ്പ് ഫൈനൽ ജേതാക്കൾ ആരാണ്? 2024 യൂറോ കപ്പ് ഫൈനൽ ജേതാക്കൾ ആരാണ്? സ്പെയിൻ. ഫൈനലിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് സ്പെയിൻ കിരീടം സ്വന്തമാക്കിയിരിക്കുന്നു.